അങ്ങനെ അമേരിക്കയുടെ സെൻകോം അവസാനം സമ്മതിച്ചു തന്നു ഞങ്ങളുടെ 2 പട്ടാളക്കാർ മരണപ്പെട്ടു എന്നുള്ളത്. 2 പട്ടാളക്കാർ മരണപ്പെടുക മാത്രമല്ല ഒരാളെ കാണാനുമില്ല. ഈ ജോർദാനിലുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു അവിടുത്തെ ആക്രമണം എന്നുള്ളതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ ചാനലിലും നമ്മുടെ ടെലഗ്രാം ചാനലിലും ഒക്കെ ഇട്ടിരുന്നു അത് എത്രത്തോളം എഫക്റ്റിലാണ് അവിടെ ഓരോ മിസൈലുകൾ പോയി ഇടിച്ചത് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പം 19-ാം തീയതി, അതായത് ഇന്നലെല്ലാം മെനഞ്ഞാന്നാണ് ഈ 2 പേര് മരണപ്പെട്ടു. ഒരാളെ ഇതുവരെ കിട്ടിയിട്ട് പോലുമില്ല. 4 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട്. പിന്നെ മറ്റു പലർക്കും സാരമായിട്ടുള്ള പരിക്കുകളൊക്കെ ഉണ്ട് എന്നുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ഹെലികോപ്റ്റേഴ്സും അവിടെ നിർത്തിയിട്ടിരുന്ന ഹെലികോപ്റ്റേഴ്സും മറ്റ് വിമാനങ്ങൾക്കും നല്ല രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടായി പോയിട്ടുണ്ട് എന്നുള്ള ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒക്കെ വാർത്തകളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ട്. അതായത് അവിടെ ഈ ഒരു അപകടം ഉണ്ടായിട്ട് ഈ മരണത്തിന് കാരണമായിട്ടുള്ള അപകടം ഉണ്ടാകുന്ന മിസൈൽ വന്ന ഒരു വീഡിയോ വരുന്നുണ്ട്. അതും ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഞാൻ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടേ വെക്കുന്നുള്ളൂ, പക്ഷേ അത്രയും വലിയൊരു എക്സ്പ്ലോഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇടാത്തത്. ഇതാണ് സെൻകോമിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുള്ളത്. അതായത് US സെൻട്രൽ കമാൻഡിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ജോർദാനിലെ സൈനിക താവളത്തിൻ്റെ നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടു. ഇനി പരിക്കേറ്റവരുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്, അതായത് സാരമായിട്ടുള്ള പരിക്കാണ് കൂടുതൽ ആൾക്കാർക്കും പറ്റിയിട്ടുള്ളത്. അതിൽ 4 പേർക്ക് മാത്രമാണ് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റത്. അവരെ അടിയന്തര വൈദിക സഹായത്തിനായിട്ട് ഹോസ്പിറ്റലിലോട്ട് മാറ്റി. ബാക്കിയുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ വന്നു. നിസ്സാരമായിട്ടുള്ള പരിക്കായതുകൊണ്ട് എല്ലാവരും ഡിസ്ചാർജ് ചെയ്തു എന്നാണ് ഇപ്പം US സെൻട്രൽ കമാൻഡ് വന്ന് പറഞ്ഞിട്ടുള്ളത്. പണ്ടൊക്കെ ഈ വിമാനം തകർന്നു കഴിഞ്ഞാലും മരണപ്പെട്ട് കഴിഞ്ഞാലും പരസ്പരം വെടിവെച്ച് മരിച്ചു എന്നോ, അല്ലെങ്കിൽ വിമാനം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇടിച്ച്, അല്ലെങ്കിൽ തലചുറ്റി വീണു, വിമാനം തലചുറ്റി വീണു എന്നൊക്കെയായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് പറയാറുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. അതായത് ഇതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് അറിയാം. അത് മുമ്പ് പറയാം, ഇപ്പോഴും അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ അമേരിക്കയുടെ ഒരു അലേർട്ട് വന്നിട്ടുള്ളത്. അമേരിക്കൻ സിറ്റിസൺസിന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും അലേർട്ട് പോയിട്ടുള്ളത്. എല്ലാ ഭാഗത്തോട്ടും ഈ ഒരു യുദ്ധം നടക്കുന്നതുകൊണ്ട് എവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം. സ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ഭദ്രമാക്കിക്കൊള്ളാം. അത് മിഡിൽ ഈസ്റ്റിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ അത് തന്നെയാണ്. അതായത് ഇറാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ സൈറ്റുകളൊക്കെ അടിച്ചു കഴിഞ്ഞു, അല്ല അമേരിക്കൻ ബേസുകളൊക്കെ അടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി ഈ അമേരിക്കൻ സിറ്റിസൺസുള്ളതും അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇനി അടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കരുതിയിരിക്കാൻ പറഞ്ഞിട്ട് അമേരിക്കയുടെ ഒരു അലേർട്ടും കൂടെ ഇതിൻ്റെ പിന്നാലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള മറ്റൊരു വാർത്ത പറയാനുള്ളത്, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇറാൻ്റെ IRGCയുടെ പല നേതാക്കളും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു അഗ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇറാൻ്റെ ബേസിക് ഫെസിലിറ്റിയിലോട്ടാണ് ഇനി ആക്രമണങ്ങൾ വരുന്നതെങ്കിൽ തിരിച്ചടിക്കാൻ പോകുന്ന ആദ്യ അടി ഇനി യൂറോപ്പ് എന്താ പറയുക UAE എന്നുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ വിമാനത്താവളങ്ങൾ, അബുദാബി, ദുബായ് വിമാനത്താവളങ്ങൾ, ഫുജൈറ, ജബൽ അലി പോർട്ട്, ഇവിടെയൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ലിയർ ആക്കി വെച്ചോ. അതായത് ഇൻ കേസ് അമേരിക്ക അങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ തിരിച്ച് നിങ്ങളുടെ ഈ സ്ഥലങ്ങളോട്ടൊക്കെ അടിക്കും എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്ത് വീഡിയോയുടെ താഴത്ത് വന്നിട്ട് ഒരു ബോധമില്ലാണ്ട് ആൾക്കാർ കമൻ്റ് ഇട്ട് പോകുന്നുണ്ട്. ദുബായിലുള്ളവർ ഞങ്ങൾ ഷാർജയിലുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, ഇതുവരെ അങ്ങോട്ടൊന്നും അടി വന്നിട്ടില്ല. അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വാർത്തകളൊന്നും എന്താ പറയുക ഇത് ചെയ്ത് എന്താ പറയുക ഈ ഫെയ്ഡ് ചെയ്യാണ്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് എത്തുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സകല വാർത്തകളും നിങ്ങൾക്ക് വരുന്നില്ല അങ്ങോട്ടില്ല. ആദ്യം നിങ്ങൾ ആലോചിക്കണം, UAEക്ക് ത്രെട്ട് ഉണ്ട്, അല്ലെങ്കിൽ UAE ആക്രമിക്കപ്പെടുമെന്നും പറഞ്ഞിട്ടുള്ള ഒരു വാർത്തകൾ പോലും അവിടുത്തെ ടെലികോം അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ മന്ത്രാലയങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വിട്ടു തരുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന മലയാളത്തിൽ 1-2 വാർത്തകളല്ല പുറത്ത് നടക്കുന്ന IRGCയുടെ ഓരോ വക്താക്കൾ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നിങ്ങളെടുത്തോട്ട് എത്തുന്നില്ല എന്ന് മണ്ടന്മാരെ അത് മനസ്സിലാക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് പ്രൂഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ വെറുതെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മറ്റേ മോദി കഥ പറയുന്ന പോലെ ടെലിപ്രോംപ്റ്റർ വെച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, വിത്ത് പ്രൂഫ് സൈഡിൽ കാണിച്ചുകൊണ്ടിരിക്കുക. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ട്രൈ ചെയ്യ്. വീണ്ടും അവരത് ഇന്നലെ രാത്രി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാണ് ഈ രാവിലെയാണ് ഈ വീഡിയോ ഞാൻ റിലീസ് ചെയ്തിട്ടുള്ളത്. രാത്രി ഇനി വല്ലതും നടന്നൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീണ്ടും അവരുടെ IRGCയുടെ സൈഡിൽ നിന്നും അതുപോലെ ഇറാനിയൻ മീഡിയയുടെ സൈഡിൽ നിന്നും വന്നിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയൊരു ആക്രമണം ഡയറക്റ്റ്ലി ഇറാൻ്റെ ഫെസിലിറ്റികളിലോട്ട്, ഈ ബേസുകളിലോട്ടും ബാക്കിയൊക്കെ വേറെ, അത് തിരിച്ചും അങ്ങോട്ടും അടിക്കുന്നുണ്ട്. ഫെസിലിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദുബായിക്കും അബുദാബിക്കും അടി കിട്ടും. അത് വീണ്ടും ഒരു പ്രസ്താവന ഇന്നലെ 2-3 പ്രാവശ്യം പ്രസ്താവനകൾ ഇറക്കിക്കഴിഞ്ഞു. ഇനി ആ പ്രസ്താവന ഇറക്കിയതിൻ്റെ ഭാഗമായിട്ട് രാത്രി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 1 മണി 2 മണി സമയത്ത് ദുബായിയുടെ സൈഡിൽ നിന്ന് മറ്റ് ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ദുബായിൻ്റെ മിനിസ്ട്രി സൈഡിൽ നിന്ന്, ഡിഫൻസിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതാണ് ആ പുറത്തോട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അതായത് UAE say it's deeply concerned about the recent regional escalation and is calling for, അതായത്
അവരുടെ കൺസേൺ അവർ പറയണത് ഇനി ഞങ്ങൾക്കാണ് അടി കിട്ടുക എന്നുള്ളത് യു എക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവരെത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഡീഎസ്കലേഷൻ, അതായത് നിർത്തണം, അത് യുദ്ധം നിർത്തണം. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. US സൈന്യത്തിൻ്റെ സാന്നിധ്യം അബുദാബിയിലെ അൽദഫ്ര എയർ ബേസിലാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ പട്ടാളങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ബേസും അടങ്ങിയിരിക്കുന്നത്. ഉൾപ്പെടെയുള്ള താവളങ്ങളിൽ ആയിരക്കണക്കിന് US സൈനികരുണ്ട്. അവർക്ക് ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. കൂടാതെ UAE ജബൽ അലി പോലുള്ള തുറമുഖങ്ങൾ US നാവികർ നിരന്തരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇറാനുമായിട്ടുള്ള സമീപനം പേർഷ്യൻ ഗൾഫിന് തൊട്ടപ്പുറത്തായിട്ടുള്ള ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഹ്രസ്വദൂര മിസൈലുകൾക്ക് വളരെ ഈസി ആയിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും എളുപ്പത്തിൽ വന്നിട്ട് അടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് UAE എന്നുള്ളത് UAE എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് UAE പോർട്ടുകളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് UAE ഇപ്പം വന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം നിർത്തണം, ഈ ഒരു ഡീഎസ്കലേറ്റ് ആവണം, അല്ലെങ്കിൽ ഈ യുദ്ധം നിർത്തിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് വീണ്ടും ഡീലിലോട്ട് വരണം എന്നും പറഞ്ഞിട്ട് UAEയുടെ സൈഡിൽ നിന്നാണ് ഇപ്പം ഈ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. അതായത് മാക്സിമം restraint to avoid the regional slide into worse violence. അതുപോലെ തന്നെ swift return to negotiation, safe uninterrupted shipping through the Strait of Hormuz, calling it vital the global economy, and end to strike on civilians infrastructures such as schools, hospitals, distillation plants, energy facilities, calling etc. Calling such attacks a serious violation of international law and it can't be justified. അതായത് അവർക്ക് പേടി വന്നു. ഇത് ക്ലാഷ് ന്യൂസിൽ വന്നിട്ടുണ്ട്, കുറേ ന്യൂസിൽ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കന്ന് കിട്ടൂല അവിടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. കുറേ എണ്ണത്തിൽ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കണം, ഇത് മാറണം, പിന്മാറണം എന്നും പറഞ്ഞിട്ട് UAEയുടെ സെൻട്രൽ മിനിസ്റ്ററുടെ സൈഡിൽ നിന്ന് വരുന്നത്. അതായത് അവർക്കറിയാം നെക്സ്റ്റ് ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്ക കണ്ണടച്ച് ഇറാൻ അറ്റാക്ക് ചെയ്ത്, കാരണം അമേരിക്കയുടെ പട്ടാളക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുക, അവരുടെ വിമാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക, ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തിരിച്ച് അവർ ഇറാനെ കണ്ണടച്ചുകൊണ്ട് ഇനി അടിക്കുകയാണെങ്കിൽ ഇറാൻ്റെ പാലങ്ങൾക്കും സ്കൂളുകൾക്കും ഹോസ്പിറ്റലുകൾക്കും ഒക്കെ അടിക്കണമെങ്കിൽ തിരിച്ച് ഇവരടിക്കാൻ പോകുന്ന UAEയിലോട്ടാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെ അടിക്കേണ്ട പോലെ അടിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പൈസേൻ്റെ സാധനങ്ങൾ അവിടെ അടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ UAEയുടെ നിലനിൽപ്പ്, അത് UAEൻ്റെ ഒരു നിലനിൽപ്പിനെ പേടിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ UAE തന്നെ ചാടി വീണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് നിങ്ങൾക്കത് കാണാനോ കേൾക്കാനോ നിങ്ങളുടെ അടുത്തോട്ട് ഇത് എത്തൂല. 1-2 ആൾക്കാർ എൻ്റെ വീഡിയോയുടെ താഴത്ത് നില വന്ന് പറഞ്ഞു, UAEയിലുള്ള ആൾക്കാർ ഞങ്ങൾ VPN ഇട്ട് ചില ടെലഗ്രാം ചാനലുകളും കുറേയൊക്കെ ചെക്ക് ചെയ്തപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങളൊക്കെ വന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇത് പറഞ്ഞു. ഞാൻ അവരോടും പറയാണ്, നിങ്ങൾ VPN ഒക്കെ ഇട്ട് ഇതാക്കുമ്പോൾ സൂക്ഷിച്ചോ. UAE എല്ലാം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അവരുടെ കാര്യങ്ങൾ പുറത്തോട്ട് പറയാണ്ടിരിക്കാൻ, എങ്ങനെയാണോ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ പുറത്തോട്ട് പറയാതിരിക്കാനും, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചകത്തിടാനും UAE എല്ലാ രീതിയിലും നോക്കുന്നുണ്ട്. പേടിച്ചോ. അതുകൊണ്ട് അതൊന്നും നോക്കാണ്ടിരുന്നോ. വാർത്തകൾ വരുന്നത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ എൻ്റെ ചാനലിലിടും. അതിൻ്റെ താഴത്ത് വന്നിട്ട് നിങ്ങൾ എന്നെ തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, മോദി ടെലിപ്രോംപ്റ്റർ വെച്ചിട്ട് കാണാപ്പാടം പഠിച്ച് അല്ലെങ്കിൽ അത് നോക്കി വായിക്കുന്ന പോലെ വായിച്ചല്ല, വിത്ത് പ്രൂഫാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇന്നലെ രാത്രി ഈ ഒരു മണി വരെയുള്ള സമയത്ത് നടന്നിട്ടുള്ളത്. പിന്നെ എന്ത് നടന്നോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ഇന്ന് രാവിലെ വരുന്ന മറ്റൊരു വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.